ഹായ് ഫ്രണ്ട്സ്, എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും സൈലം ടീച്ചിങ് എക്സാംസിലെ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഇനി HSA പരീക്ഷയ്ക്കായുള്ള HSA ഫിസിക്കൽ സയൻസ് എക്സാമിനായുള്ള നിങ്ങളുടെ പരിശീലനത്തിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പേര് ജംഷീന, സൈലം ഫിസിക്കൽ സയൻസ് ഫാക്കൽറ്റി. ഇനി നമുക്ക് HSA സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടി, ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ കൂടിയ ഇടവേളകളിൽ കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഈ HSA പരീക്ഷ. സോ അതിനുവേണ്ടി എല്ലാ തരത്തിലും നിങ്ങളുടെ കൂടെ പഠനത്തിൽ നിങ്ങളെ സഹായിക്കാനായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഇന്ന് നമുക്കൊരു ചെറിയൊരു ടോപ്പിക് ഈ വീഡിയോയിൽ ചെയ്തു നോക്കാം. കഴിഞ്ഞ HSA പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? നോക്കൂ, 2016 HSA ഫിസിക്കൽ സയൻസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. PCl3 ഗിവ്സ് PCl5 ആകുന്ന രാസമാറ്റത്തിൽ Pയുടെ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് എങ്ങനെ മാറുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. PCl3 PCl5 ആയി മാറുന്ന ഈ ഒരു രാസമാറ്റത്തിൽ Pയുടെ അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് എങ്ങനെ മാറുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ sp2-ൽ നിന്ന് sp3-യിലേക്ക്, ഓപ്ഷൻ ബി sp3-യിൽ നിന്ന് sp2-വിലേക്ക്, ഓപ്ഷൻ സി sp3-യിൽ നിന്ന് sp3d-യിലേക്ക്, ഓപ്ഷൻ ഡി sp3-യിൽ നിന്ന് dsp2-വിലേക്ക്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്ന് നമുക്ക് ചെറുതായി ഒന്ന് മനസ്സിലാക്കിയാലോ? വരും. ആദ്യം എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നോക്കാം. അറ്റോമിക ഓർബിറ്റലുകൾ സംയോജിക്കുമ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്ന ഒരു കൂട്ടം പുതിയ സമതുല്യമായ ഓർബിറ്റലുകൾ രൂപപ്പെടുന്നു. ബന്ധന രൂപീകരണത്തിൽ പങ്കെടുക്കുന്നത് ഈ സങ്കര ഓർബിറ്റലുകളാണ്. ഈ പ്രതിഭാസത്തെയാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ സങ്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞതെന്ന് പറയാം. അറ്റോമിക ഓർബിറ്റലുകൾ സംയോജിക്കുമ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്ന ഒരു കൂട്ടം പുതിയ സമതുല്യരായ ഓർബിറ്റലുകൾ രൂപപ്പെടുന്നു എന്നാണ്. അപ്പൊ അതിനു മുമ്പ് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആറ്റത്തിന്റെ ഘടന പഠിച്ച സമയത്ത് നമുക്കറിയാം, ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ്. ഷെല്ലുകളിൽ വിവിധ സബ് ഷെല്ലുകളിലായിട്ട് കാണപ്പെടുന്നു. സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ കാണപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഏരിയയെ പറയുന്ന പേരാണ് ഓർബിറ്റലുകൾ. സോ ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓർബിറ്റലുകൾ എന്ന് പറയാം. ഇനി ഈ ഓർബിറ്റലുകളിലുള്ള ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഇങ്ങനെ വിവിധ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകളാകുന്ന രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആള് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ്. ഈ ഇലക്ട്രോണുകൾ ഓർബിറ്റലുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ വിവിധ മൂലകങ്ങൾ അല്ലെങ്കിൽ വിവിധ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകളായി മാറുമ്പോൾ അതിന് തൊട്ടു മുൻപായിട്ട് നമുക്കറിയാം, ഓർബിറ്റലുകൾ എന്ന് പറഞ്ഞാൽ വിവിധ സബ് ഷെല്ലുകളിൽ വിവിധ ഓർബിറ്റലുകളാണുള്ളത് അല്ലെ? സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്, ഡി, എഫ്, ഇങ്ങനെ പ്രധാനമായും 4 സബ് ഷെല്ലുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എസ് സബ് ഷെല്ലിൽ ഒരു ഓർബിറ്റൽ ആണുള്ളത്. പി സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ, ഡി സബ് ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ അല്ലെ? 5 ഓർബിറ്റലുകളാണുള്ളത്. അതുപോലെ എഫ് സബ് ഷെല്ലിലാണെങ്കിലോ 7 ഓർബിറ്റലുകളാണുള്ളത്. 7 ഓർബിറ്റലുകൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോ സബ് ഷെല്ലുകളിലും ഓർബിറ്റലുകളിലെ ഇലക്ട്രോണുകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, അപ്പോൾ ഈ ഓർബിറ്റലുകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർബിറ്റലുകൾ ഉണ്ടാകുന്നു. ഇവർ തമ്മിലാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഓരോ ഓർബിറ്റലുകളുടെയും ആകൃതി വ്യത്യാസമാണ്, ഊർജം വ്യത്യാസമാണ് അല്ലെ? ഇപ്പോ എസ് സബ് ഷെല്ലിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയാണ്. പി സബ് ഷെല്ലിന്റെ ആകൃതി എന്ന് പറയുമ്പോൾ ഡംബൽ ഷേപ്പാണ്. ഡി സബ് ഷെല്ലിന്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡംബൽ ഷേപ്പാണ്. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പാണ് എഫ് സബ് ഷെല്ലിന്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവർ ചേർന്ന് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്ന സമതുല്യരായ ഒരേ ആകൃതിയും ഒരേ ഊർജവുമുള്ള ഓർബിറ്റലുകളായി ആദ്യം രൂപപ്പെടുന്നു. ഇവർ തമ്മിലാണ് പിന്നീട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും തന്മാത്രകൾ രൂപപ്പെടുന്നതും. സോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്ന ഒരു കൂട്ടം പുതിയ സമതുല്യരായ ഓർബിറ്റലുകൾ രൂപപ്പെടുന്നു
ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ഓർബിറ്റലുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ സങ്കരണം. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ നിൽക്കുകയാണ്. അതായത് HSA ഫിസിക്കൽ സയൻസ് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന നമുക്കുള്ള മറ്റൊരു വെല്ലുവിളിയാണ് ഈ മലയാളത്തിൽ ചോദ്യം വരിക എന്നുള്ളത് അല്ലേ. നമ്മളെല്ലാവരും BSc ആയാലും MSc ആയാലും എല്ലാം പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പം അതിൻ്റെ ചില മലയാളം വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ചിലതെല്ലാം അതേപോലെ തന്നെ ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ അങ്ങ് എഴുതും. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് വരും. അഥവാ സങ്കരണം എന്ന് മാത്രമാണ് വരുന്നതെങ്കിലോ. സോ എല്ലാ ടേംസിൻ്റെയും മലയാള വാക്കുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. മലയാളം വാക്കുകൾ കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഹൈബ്രിഡൈസേഷൻ എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണെന്ന് നോക്കൂ, ലീനസ് പോളിംഗ് ആണ്. പോളിംഗ് ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന ആശയം കൊണ്ടുവന്നത്, അവതരിപ്പിച്ചത്. ലീനസ് എന്ന പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും അല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കൊണ്ടുവന്ന ആള് അദ്ദേഹം തന്നെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന ആശയം കൊണ്ടുവന്നത്. സോ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾ കൂടി ചേർന്ന് തന്മാത്രയാവുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനായി തയ്യാറായി നിൽക്കുമ്പോൾ ഇവരുടെ ഓർബിറ്റലുകൾ ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായി സമതുല്യരായി മാറുന്നു. ഈ സങ്കരണത്തെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. വിവിധതരം ഹൈബ്രിഡൈസേഷൻ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കാം വരും. SP ഹൈബ്രിഡൈസേഷൻ, ഓരോ ഹൈബ്രിഡൈസേഷനും ഓരോ ആകൃതിയാണുള്ളത്, ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. SP ഹൈബ്രിഡൈസേഷൻ ഇതിന് സാധാരണയായിട്ട് ലീനിയർ സ്ട്രക്ചർ ആണുള്ളത്, അതായത് രേഖീയ ആകൃതി. SP2 ഹൈബ്രിഡൈസേഷൻ ട്രയഗണൽ പ്ലാനാർ ആകൃതിയാണുള്ളത്. അടുത്തത് SP3 ഹൈബ്രിഡൈസേഷൻ ടെട്രാഹെഡ്രൽ ആണ് അതിൻ്റെ ആകൃതി വരുന്നത്. ഇതെല്ലാം സാധാരണ ഉള്ളതാണ് പറയുന്നത്. ചില മോളിക്യൂളുകൾക്കനുസരിച്ച് ചില തന്മാത്രകൾക്കനുസരിച്ച് അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. പൊതുവിലുള്ള ആകൃതിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. SP3D ഹൈബ്രിഡൈസേഷൻ ട്രയഗണൽ ബൈപിരമിഡൽ ആകൃതി. SP3D2 ഒക്ടാഹെഡ്രൽ ഷേപ്പ്. SP3D3 പെൻറ്റഗണൽ ബൈ പിരമിഡൽ ഷേപ്പാണുള്ളത്. പെൻറ്റഗണൽ ബൈ പിരമിഡൽ ഷേപ്പാണ് ഇതിൻ്റെ ആകൃതി വരുന്നത് കേട്ടോ. പെൻറ്റഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ഇതെല്ലാം നമ്മൾ +1 പഠിക്കുന്നത്. ഇനി +2 കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന മറ്റു 3 ഹൈബ്രിഡൈസേഷനുകളാണ് DSP2, DSP3, D2sp3 മുതലായവ. HSA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഓരോ ഹൈബ്രിഡൈസേഷനും അവരിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ചില ആകൃതിയുമാണ് നമ്മളിപ്പോൾ ജനറലി കണ്ടത്. ഇനി ഓരോന്നിനെയും ഉദാഹരണങ്ങൾ വെച്ച് നമ്മൾ നോക്കണം അല്ലേ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ PCl3യിൽ നിന്ന് PCl5ലേക്ക് മാറുമ്പോൾ എന്ന ഉദാഹരണം എന്ന ചോദ്യം. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും എക്സാമ്പിളുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോരോ ഹൈബ്രിഡൈസേഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. വരൂ നോക്കാം. ആദ്യം SP ഹൈബ്രിഡൈസേഷൻ. SP ഹൈബ്രിഡൈസേഷൻ വരുന്ന ഒരു സംയുക്തമാണ് ബെറീലിയം ക്ലോറൈഡ് BeCl2. BeCl2 എന്ന് പറയുന്ന സംയുക്തം. ഇനി ഓരോ ഹൈബ്രിഡൈസേഷനും നമ്മൾ നോക്കുന്നത് അതിൻ്റെ കേന്ദ്ര ആറ്റത്തിനാണ് കേട്ടോ. കേന്ദ്ര ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആറ്റത്തിനാണ് ഹൈബ്രിഡൈസേഷൻ നോക്കുന്നത്. ഇവിടെ സെൻട്രൽ ആറ്റമായിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ്? ബെറീലിയമാണ്. ബെറീലിയം ക്ലോറൈഡ് ആണല്ലോ. സോ ബെറീലിയം 2 ക്ലോറിനുമായിട്ട് സംയോജിച്ചിട്ടാണ് ഈ സംയുക്തം ഉണ്ടാകുന്നത് ഇല്ലേ. അപ്പൊ അതിലെ ബെറീലിയമാണ് സെൻട്രൽ ആറ്റം. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 എന്ന് നമുക്കറിയാലോ. അറ്റോമിക് നമ്പർ 4. സോ ബെറീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് ഇലക്ട്രോൺ വിന്യാസമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. 1s2 2s2 ഇതാണ് ബെറീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇതിന്റെ ഓർബിറ്റൽ സ്ട്രക്ചർ നമ്മളൊന്ന് വരയ്ക്കാൻ പോവുകയാണ്. 1s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s2 എന്ന് പറയുന്നത് ഒരു ഓർബിറ്റൽ. 2s2 എന്ന് പറയുന്ന മറ്റൊരു ഓർബിറ്റൽ.
എന്നാൽ നമുക്കറിയാം രണ്ടാമത്തെ ഷെല്ലിൽ പി എന്ന് പറയുന്ന ഓർബിറ്റൽ കൂടി അവിടെ കിടപ്പുണ്ട് അല്ലേ? പക്ഷെ അതിലേക്കുള്ള ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഭാഗം പറയാതിരിക്കുന്നത്. സോ 1s2 2 ഇലക്ട്രോൺ അതിലുണ്ട്, 2s2 2 ഇലക്ട്രോൺ അതിലുണ്ട്. ഇതാണ് അതിന്റെ ഓർബിറ്റലിന്റെ ഘടന വരുന്നത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ 2 ക്ലോറിൻ ചേരണം അല്ലെ? ബെറീലിയത്തിനോട് 2 ക്ലോറിൻ ചേരുമ്പോഴാണ് ബെറീലിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടാകുന്നത്. സോ ഇതിലേക്ക് 2 ക്ലോറിൻ ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അപൂർണമായ ഓർബിറ്റലുകൾ കിട്ടണം, എങ്കിലാണ് അതിലേക്ക് ഇലക്ട്രോണുകൾ ചേരുക. ഇനി ഇതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്, അതായത് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു മൂലകവുമായി ചേരാൻ തയ്യാറായി നിൽക്കുമ്പോഴുള്ള അതിന്റെ ഓർബിറ്റലിന്റെ ആകൃതിയാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 1s എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ഷെല്ലാണ്, അത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. എങ്ങനെയുള്ള ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുക? അതായത് ബാഹ്യതമ ഷെല്ല് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലിൽ 2s2 ഇലക്ട്രോണിന് 1 ഇലക്ട്രോണും അതുപോലെ 2pയിലേക്ക് ഇതിലെ 1 ഇലക്ട്രോണിനെ മാറ്റുന്നു. ഇപ്പൊ നോക്കൂ, 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ റെഡി ആയി കഴിഞ്ഞു. 2 മൂലകങ്ങളെ അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവര് തയ്യാറായി. ഈ ഹൈബ്രിഡ് ഓർബിറ്റലുകളിലേക്കാണ് നമ്മൾ ഈ 2 ക്ലോറിൻ ആറ്റങ്ങളെ ചേർക്കുന്നത്. സോ 2 ക്ലോറിന്റെ ഇലക്ട്രോണുകൾ ഇതിലേക്ക് ചേരും. ക്ലോറിൻ, ഓക്കെ, ക്ലോറിൻ. സോ ക്ലോറിൻ ചേർന്നു. അങ്ങനെ നമുക്ക് BeCl2 എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ ആരൊക്കെയാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തത്? രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഓർബിറ്റലുകൾ ഏതൊക്കെയാണ്? എസ് ഓർബിറ്റലും പി ഓർബിറ്റലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബെറീലിയത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറയാം? sp ഹൈബ്രിഡൈസ്ഡ്. സോ ബെറീലിയം sp ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി ഇത് നോക്കാൻ ഇങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് വേറൊരു എളുപ്പ വഴി കൂടി ഉണ്ട് കേട്ടോ. നമുക്കറിയാം sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെറീലിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറീലിയം 2 ക്ലോറിനുമായി 2 സിഗ്മ ബോണ്ട് രൂപീകരിക്കുന്നു അല്ലെ? അപ്പൊ ഒരു സിഗ്മ ബോണ്ടില് ഒരു ഓർബിറ്റല്, മറ്റൊരു സിഗ്മ ബോണ്ടിന് മറ്റൊരു ഓർബിറ്റൽ. ഇങ്ങനെയാണ് രാസപ്രവർത്തനം നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. അപ്പൊ 2 സിഗ്മ ബോണ്ട് ആയതുകൊണ്ട് S എന്തായാലും ഉണ്ട്, എല്ലാ ഹൈബ്രിഡൈസേഷനിലും S വരുന്നു. പിന്നെ വരുന്നത് ഒരു പി, sp ഹൈബ്രിഡൈസേഷൻ. അപ്പൊ അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം, ഇവിടെ ഉള്ളത് 2 സിഗ്മ ബോണ്ടുകളാണ്, 2 സിഗ്മ ബോണ്ടുകൾ. സോ ആ 2 സിഗ്മ ബോണ്ടിൽ ഒരു സിഗ്മ ബോണ്ട് എസും മറ്റൊരു സിഗ്മ ബോണ്ട് പിയും ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ഹൈബ്രിഡൈസേഷനും കൂടി നോക്കാം. കമോൺ. രണ്ടാമത്തെ ഒരു ഹൈബ്രിഡൈസേഷൻ ആണ് sp2 അല്ലെ? എക്സാമ്പിൾ വന്നിട്ട് നോക്കിയേ, ബോറോൺ ട്രൈക്ലോറൈഡ് BCl3. ഇനി BCl3ക്ക് പകരം നമുക്ക് വേറെ എന്തെല്ലാം ചോദിക്കാം? ഇതില് BF3 ചോദിക്കാം, BH3 ചോദിക്കാം, ഇതെല്ലാം ചോദിക്കാം അല്ലേ? ഈ BCl3 BH3 എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നുണ്ടാവും, ഇതെല്ലാം ലൂയിസ് ആസിഡുകളായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ? തിരിച്ചു വരാം. നമുക്ക് ആദ്യം BCl3ന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കാം. BCl3 എന്ന് പറയുന്ന ഈ തന്മാത്രയിൽ ഏതാണ് സെൻട്രൽ ആറ്റമായിട്ട് വരുന്നത്? ബോറോൺ ആണ്. ഇനി നമ്മൾ ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. സോ ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? 1s2 2s2 2p1. ഇതാണ് ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഓർബിറ്റലിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചാലോ? 1s എന്ന് പറയുന്ന ഓർബിറ്റലാണ് ഇത്, ഇതിൽ 2 ഇലക്ട്രോൺ. 2s എന്ന് പറയുന്ന ഓർബിറ്റലാണ് ഇത്, ഇതിൽ 2 ഇലക്ട്രോൺ. 2p എന്ന് പറയുന്ന ഓർബിറ്റലിൽ 3 ഓർബിറ്റൽ ഉണ്ട് അല്ലെ? px py pz. ഇതിൽ 1 ഇലക്ട്രോൺ 2pയിൽ. ഇതാണ് 2p. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ 3 ബോറോൺ ആറ്റങ്ങൾ 3 ക്ലോറിൻ ആറ്റങ്ങൾ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 സിഗ്മ ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 സിഗ്മ ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഓക്കെ, രാസബന്ധനത്തിൽ ഏർപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ ഓർബിറ്റലിന്റെ ഘടന എന്നൊന്ന് നമുക്ക് നോക്കാം. 1s എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ബാഹ്യതമ ഷെല്ലിലെ സംയോജക ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ 2s രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. 2sൽ 1 ഇലക്ട്രോണും അതിലെ മറ്റൊരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യും? 2pയിലേക്ക് കൈമാറ്റം ചെയ്യും. 2s 2p.
നോക്കുക, ഇപ്പൊ നമുക്ക് 3 സിഗ്മ ബോണ്ടുകൾ രൂപപ്പെടാനായി 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലൂറിനോ ക്ലോറിനോ ഏത് മൂലകമാണോ ചേർക്കേണ്ടത് ഇല്ലേ? ഫ്ലൂറിൻ വേണമെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഏത് മൂലകത്തെ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ BCl3 ആണ് എക്സാമ്പിൾ. സോ 1 Cl 2 ക്ലോറിൻ 3 ക്ലോറിനെ ഇവിടെ നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ BCl3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാരൊക്കെയാണ്? ഒരു S സബ്ഷെല്ല്, S ഓർബിറ്റൽ, അതുപോലെ തന്നെ Pയിലെ 2 ഓർബിറ്റലുകൾ, 1 2 ഓർബിറ്റലുകൾ. അങ്ങനെ വരുമ്പം നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്ത് പറയാം? sp2 ഹൈബ്രിഡൈസേഷൻ. ഇനി ഇങ്ങനെ അല്ലാതെ എളുപ്പത്തിൽ നമ്മൾ എങ്ങനെ ഇത് കണ്ടെത്തും? ഹൈബ്രിഡൈസേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് 3 സിഗ്മ ബോണ്ടുകളാണ്. 3 സിഗ്മ ബോണ്ടുകൾ. 3 സിഗ്മ ബോണ്ടുകൾ. ഒരു സിഗ്മ എന്തായാലും S വരും, ദെൻ Pയിലെ 2 എണ്ണവും വരും. സോ sp2. ഇങ്ങനെയും ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടെത്താം. സോ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഏരിയ നമ്മൾ എന്തായാലും ഡീപ്പായിട്ട് എക്സാമ്പിളുകൾ വെച്ച് പഠിക്കേണ്ടത് തന്നെയാണ്. പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ മുൻപ് തന്ന ചോദ്യത്തിന്റെ ഉത്തരം അടുത്തൊരു വീഡിയോയിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.